ചെർപ്പളശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പൊളിക്കുന്നതുൾപ്പെടെ ചെർപ്പളശ്ശേരി നഗരത്തിൽ പുതിയ രീതിയിലുള്ള ട്രാഫിക് പരിഷ്കരണം കൊണ്ടുവരികയാണ് ചെർപ്പളശ്ശേരി നഗരസഭ. നമുക്കൊപ്പം ചേരുന്നു ചെയർപേഴ്സൺ KT ജംസിയ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP സമീഷ്. ആദ്യം ചെയർപേഴ്സണിലേക്ക്, ഏത് രീതിയിലാണ് ട്രാഫിക് പരിഷ്കരണം കൊണ്ടുവരാൻ ആദ്യഘട്ടം? നമ്മുടെ ചെർപ്പളശ്ശേരിയിലെ നിലവിൽ പ്രവർത്തിച്ചു വരുന്ന സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള ഒരു പ്രവർത്തന ഘട്ടത്തിലാണ്. അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടം എന്നോളം നമ്മൾ അതിലുള്ള പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എല്ലാ ഷോപ്പുകളും അതിൻ്റെ പ്രവർത്തനം നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടാം ഘട്ടം എന്നോളം അത് അടച്ചുപൂട്ടേണ്ട ഒരു ഘട്ടത്തിലാണ് ഇപ്പം നമ്മൾ തീരുമാനം എടുത്തിട്ടുള്ളത്. കാരണം അതിൻ്റെ ഒരു അപകടാവസ്ഥ, ശോചനീയാവസ്ഥ നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അപ്പോൾ ഈ ട്രാഫിക് കമ്മിറ്റി ചേരുന്നതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യോഗം അല്ലെങ്കിൽ ഒരു ചർച്ച ഇന്നത്തെ കൗൺസിലിൽ നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ ഏകീകൃതമായ ഒരു നിർദ്ദേശത്തിന് അനുസരിച്ച് നമ്മളതിൻ്റെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പുതിയ സജ്ജീകരണങ്ങളോടുകൂടി ബസ് സ്റ്റാൻഡ് എങ്ങനെയൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കി വിനിയോഗിക്കുക എന്നുള്ള തരത്തിലുള്ള ഒരു ചർച്ചയായിരുന്നു ഇന്നത്തെ കൗൺസിലിൽ. അതിൻ്റെ ഒരു വിപുലീകരിച്ച അല്ലെങ്കിൽ ഒരു വിപുലമായ ചർച്ച വരുന്ന 30-ാം തീയതി ഒരു റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം. അതിൽ ബസ് ഓപ്പറേറ്റേഴ്സ്, പോലീസ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ തൊഴിലാളികൾ, ജനപ്രതിനിധികൾ, അതോടനുബന്ധിച്ചുള്ള വ്യാപാരി സംഘടനകൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു വിപുലമായ ചർച്ചയാണ് നമ്മൾ നഗരസഭ ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ നിന്നും ലഭിക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ച് പുതിയ മാറ്റങ്ങൾ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് വരുന്നതായിരിക്കും. ആദ്യം നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷമാണ് ഒരു ചിത്രം ഈ ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ലഭിക്കുക. പക്ഷേ ഈ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഒരു നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒരു കൃത്യമായ പ്ലാനിങ്ങും കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്തൊക്കെയായിരിക്കും? നഗരസഭയിൽ നമ്മൾ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലയളവിൽ തന്നെ നേരത്തെ ചെയർപേഴ്സൺ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ 6/11/2025 അതിൻ്റെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി നമ്മൾ ഔദ്യോഗികമായിട്ട് ചേർന്നിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ വിപുലമായിട്ടുള്ള നിലവിലെ നമ്മൾ ചെർപ്പളശ്ശേരിയിലെ നിർമ്മിച്ചിട്ടുള്ള പുതിയ ബസ് സ്റ്റാൻഡിനെ ഒന്നുകൂടി സജീവമാക്കുകയും ആ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറി തുടങ്ങുകയും ചെർപ്പളശ്ശേരിയിൽ നിലവിൽ നമുക്കറിയാം അതിൻ്റെ തീരുമാനങ്ങൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രിൻ്റ് ഔട്ട് വേണമെന്നുണ്ടെങ്കിൽ മീഡിയസിൽ നമുക്ക് നൽകാം. ചെർപ്പളശ്ശേരിയിലെ പട്ടാമ്പിയിൽ നിന്ന് നെല്ലായ ഭാഗത്ത് നിന്ന് വരുന്ന, ഷൊർണൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന, കൊപ്പം ഉൾപ്പെടെയുള്ള ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ അത് നമുക്ക് പോകുന്നതിനും അതുപോലെ തന്നെ വാഹനങ്ങൾ തിരിച്ചു വരാനും, അതുപോലെ തന്നെ പെരിന്തൽമണ്ണ, മണ്ണാർക്കാട്, പാലക്കാട് തുടങ്ങിയ പ്രദേശത്ത് വരുന്ന ബസ്സുകൾ, ഒറ്റപ്പാലം റൂട്ടിൽ നിന്ന് വരുന്ന ഭാഗത്ത് വരുന്ന ബസ്സുകൾ, അങ്ങനെ ചെർപ്പളശ്ശേരിയിലെ നിലവിൽ സജീവമായി കൊണ്ട് ഉപയോഗിക്കുന്ന ബസ് സ്റ്റാൻഡ് ജീർണാവസ്ഥയിൽ അതിനെ പരിപൂർണമായ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടി നമ്മളത് അടച്ചിടുകയും അവിടെ നിലവിൽ കയറിക്കൊണ്ടിരിക്കുന്ന ബസ് യാത്രക്കാർക്ക്, പൊതുജനങ്ങൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ നിലവിൽ KTN മെഡിക്കൽ ഹാളിൻ്റെ പരിസരത്തും നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡിനകത്തും തൊട്ടപ്പുറത്തുള്ള കുമാരൻ കമ്പനിയുടെ അപ്പുറത്തുള്ള നമ്മൾ നഗരസഭയുടെ തൊട്ടപ്പുറത്തുള്ള ആ വീതി കൂടിയിട്ടുള്ള സൗകര്യങ്ങളുടെ ഭാഗത്തേക്കും നമ്മൾ ബസ്സുകൾ നിർത്തുന്നതിനും ആളുകൾക്ക് കയറി ഇറങ്ങുന്നതിനും പോലുള്ള സൗകര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ 2 വീലറുകളും 4 വീലറും ചെർപ്പളശ്ശേരി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരുന്ന, കടകളിലേക്ക് വരുന്ന ആളുകൾക്ക്, പൊതുജനങ്ങൾക്ക് തന്നെയുള്ള വാഹനങ്ങൾ നിർത്തി സാധനങ്ങൾ വാങ്ങിച്ചു പോകാനുള്ള സൗകര്യത്തോടു കൂടി 2 വീലറും 4 വീലറും പാർക്ക് ചെയ്ത് സാധനങ്ങൾ മേടിച്ചുകൊണ്ടുള്ള സൗകര്യങ്ങൾ നിർത്തുന്നുണ്ട്. അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ അത് കൃത്യമായിട്ട് നോ പാർക്കിംഗ് ബോർഡുകൾ, അത് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള നമ്മുടെ EMS റോഡ് തുടങ്ങുന്ന പ്രദേശം മുതൽ ഹൈസ്കൂൾ റോഡ് ജംഗ്ഷൻ വരേക്ക് പരിപൂർണമായിട്ടും കൊണ്ടും നോ പാർക്കിംഗ് ഏരിയയാക്കി മാറ്റി അവിടെ വാഹനങ്ങൾ U-turn ചെയ്ത് വരുന്നുള്ള സൗകര്യം മെച്ചപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കവിത ജ്വല്ലയുടെ ഓപ്പോസിറ്റ് എതിർവശത്തുള്ള ഭാഗത്തേക്ക് നമ്മൾ വീതി കൂടിയ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ഫുട്പാത്ത് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ അതിവിശാലമായിക്കൊണ്ടുള്ള ബസ്സുകൾ നിർത്തുന്നതിനും അതോടൊപ്പം തന്നെ ആളുകൾ കയറി ഇറങ്ങി പോകുന്നതിനും തൊട്ടപ്പുറത്ത് ഓട്ടോ സ്റ്റാൻഡുകൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ, ഓട്ടോ തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവരുടെ സ്റ്റാൻഡുകൾ വിപുലീകരിക്കാനും നമ്മുടെ ചെർപ്പളശ്ശേരിയുടെ നിലവിലുള്ള ബസ് സ്റ്റാൻഡ് എതിർവശത്ത് തുടങ്ങി നമ്മൾ ചെർപ്പളശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് വരേക്കുള്ള ഭാഗങ്ങളിൽ 2 വീലറുകൾ നിർത്തി അല്ലെങ്കിൽ 4 വീലർ നിർത്തി സാധനങ്ങൾ കടകളിൽ നിന്ന് വാങ്ങിച്ചു പോകുന്ന സൗകര്യത്തിനും ഉപയോഗിക്കാനും, തൊട്ടപ്പുറത്ത് ഓട്ടോ ടാക്സി ആളുകൾക്ക് പാർക്ക് ചെയ്യുന്നില്ല അവരുടെ നമ്മുടെ നിലവിലുള്ള പുലാത്തറക്കൽ ജ്വല്ലറി മുതൽ നമ്മുടെ നിലവിൽ ശാന്തകുമാർ കേരള ബാങ്ക് വരെയൊക്കെ നിൽക്കുന്ന ഭാഗത്ത് ആ ടാക്സികൾ സൗകര്യങ്ങൾ നിർത്താനും, മുൻകാലങ്ങൾ നിർത്തിയ പട്ടാമ്പി പെരിന്തൽമണ്ണ റൂട്ടിലേക്കുള്ള PK ഷോപ്പ് പരിസരത്ത് നിന്ന ടാക്സി സ്റ്റാൻഡുകൾ അത് തൊട്ടപ്പുറത്തുള്ള പഴയ പെട്രോൾ പമ്പ്, അടച്ചിട്ടിരിക്കുന്ന പെട്രോൾ പമ്പിൻ്റെ ഭാഗത്തേക്ക് മാറ്റാനും ഈ രീതിയിൽ ക്രമീകരണം നടത്തിയിട്ടുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡ് നിലവിൽ നമ്മൾ നിർമ്മിച്ചിട്ടുള്ള സ്റ്റാൻഡിനെ സജീവമാക്കാനും
ചെർപ്പളശ്ശേരിയിലേക്ക് വരുന്ന പൊതുജനങ്ങൾക്കും ബസ് യാത്രക്കാർക്കും പ്രയാസമില്ലാത്ത രീതിയിൽ വിപുലമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ആശങ്കയ്ക്കിടയില്ലാത്ത രീതിയിലാണ് ഈ ക്രമീകരണം വരുത്തിയിട്ടുള്ളത്. ഇനി ഒന്നുകൂടി ഇതിനെ ക്രമപ്പെടുത്തുന്നതിന് വേണ്ടി 30/4 ചേരുന്ന യോഗത്തിൽ അതിവിശാലമായിട്ടുള്ള ചർച്ചകളും വിധേയമായി ഈ തീരുമാനം മുന്നോട്ട് പോകും. 9-ാം തീയതി നമ്മൾ ഈ പുതിയ നിലവിലുള്ള ബസ് സ്റ്റാൻഡ് അടച്ചിടുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും. നവീന രീതിയിലുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കം ബസ് സ്റ്റാൻഡ് എന്നൊരു ആധുനിക രീതിയിലുള്ള ഒരു നമ്മളെ പ്രൊജക്റ്റാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള ഫണ്ടും അതിനാവശ്യമായിട്ടുള്ള തുകയും നമ്മൾ ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇപ്പോൾ നമുക്കറിയാം വെക്കേഷനാണ്. വിദ്യാർത്ഥികൾക്ക് ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞാൽ വെക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്കും ഇനി മഴക്കാലം വരാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഒന്നും പ്രയാസമില്ലാത്ത രീതിയിൽ ടൗണിനെ ആളുകൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള ക്രമീകരണമാണ് നഗരസഭ നടത്തിയിട്ടുള്ളത്. ഈ 9-ന് തന്നെ നിലവിലുള്ള ബസ് സ്റ്റാൻഡ് അടച്ചിടും. അതെ, 9-ഉം 10-ഓടു കൂടി നമ്മളിതിന് തീരുമാനത്തോടു കൂടി അടച്ചിടാനാണ് ഇപ്പോൾ നിലവിൽ കൗൺസിൽ യോഗത്തിൽ ധാരണയായിട്ടുള്ളത്. ഇനി 30-ാം തീയതി ചേരുന്ന യോഗത്തോടു കൂടി 30-ാം തീയതി ചേരുന്ന യോഗത്തോടു കൂടി നമ്മളിതിന് ഒരു തീരുമാനമാക്കി മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ഈ ട്രാഫിക് പരിഷ്കരണം കൂടി കഴിയുമ്പോൾ ചെർപ്പളശ്ശേരി ഏറ്റവും സുഖകരമായ ആളുകൾക്ക് വരാനും പോകാനും കഴിയും അല്ലേ? അതെ, തീർച്ചയായും. കാരണം നിലവിലിപ്പോൾ നമുക്കറിയാം ബസ് സ്റ്റാൻഡ് നേരത്തെ ചെയർപേഴ്സൺ സൂചിപ്പിച്ചു, വളരെ ശോചനീയാവസ്ഥയിലാണ് നിൽക്കുന്നത്. അവിടെ ആരെങ്കിലും പോയി ബസ് കാത്ത് നിൽക്കുമ്പോൾ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് വലിയ പ്രയാസം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അവിടേക്ക് പോകാത്ത രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും നേരത്തെ നിഖിൽ പറഞ്ഞ പോലെ തന്നെ വളരെ നല്ല രീതിയിൽ ചെർപ്പളശ്ശേരിയിലെ ടൗൺ നവീകരണം കഴിഞ്ഞതിന് ശേഷം ഒരു പുതിയ ബസ് സ്റ്റാൻഡ് വരുന്നതോടുകൂടി ഇത്തരം രീതിയിൽ നമുക്ക് ട്രാഫിക് പരിഷ്കരണം കൂടി ഇതിൻ്റെ ഭാഗമായി കൊണ്ടുവരാൻ കഴിയും. പുതിയ ഓട്ടോ തൊഴിലാളികൾക്ക് ഓട്ടോ സ്റ്റാൻഡുകൾ പരിഷ്കരണം നടത്താനും പുതിയ രീതിയിലുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും നമുക്ക് കഴിയും. കൂടുതൽ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് കൂടുതൽ ട്രോളുകൾക്കും കൂടുതൽ വിവാദങ്ങൾക്കും തിരിവുളെത്തിയ ഒരു പുതിയ ബസ് സ്റ്റാൻഡ് കൂടി, ആ പുതിയ ബസ് സ്റ്റാൻഡിന് ജീവൻ വയ്ക്കുക കൂടി. തീർച്ചയായും പുതിയ ബസ് സ്റ്റാൻഡ് കൂടി ഇതിൻ്റെ ഭാഗമായി കൊണ്ട് സജീവമാകും. അതോടൊപ്പം തന്നെ ഇനി അതിനൊരു ഉദ്ഘാടനം ഉണ്ടാവില്ല. ഇല്ല, ഇത് നിലവിൽ ഉദ്ഘാടനം കഴിഞ്ഞ് നമ്മളിപ്പോഴത്തെ പ്രയാസം കൊണ്ട് നമുക്ക് സജീവമാക്കുന്നതിൽ പ്രയാസം ഉണ്ടായതാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഒരുപാട് ഓട്ടോ തൊഴിലാളികൾ ഓട്ടോ എടുത്തുകൊണ്ട് ടൗണിൽ അവർക്ക് ഓട്ടോ പെർമിറ്റ് കിട്ടാത്ത സ്ഥിതിയും നിലവിലുണ്ട്. അത് അവരുമായി ചർച്ച ചെയ്യുന്നുണ്ട്. പുതിയ ഒരുപാട് ഓട്ടോ തൊഴിലാളികൾക്ക് അവസരം ലഭിക്കുന്നതിനും നിലവിലുള്ള ഓട്ടോ തൊഴിലാളികളുടെ സ്റ്റാൻഡ് പരിഷ്കരണം നടത്തുന്നതിനൊക്കെ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് കഴിയും. പുതിയ ഒരാൾ നമ്മൾ ചെർപ്പശ്ശേരി ടൗണിൽ വന്ന് സാധനം വാങ്ങിച്ചു പോകുന്നതില്ല പ്രയാസം കൂടി ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയും. വ്യക്തമാണ്. ഈ വരുന്ന 30-ാം തീയതിയാണ്, അതായത് ഏപ്രിൽ 30-നാണ് ഈ സംഘടനകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ചർച്ച നടക്കുന്നത്. ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ട്രാഫിക് പരിഷ്കരണത്തിൻ്റെ ഒരു ചിത്രം പ്രേക്ഷകർക്കില്ലെങ്കിൽ ചെർപ്പളശ്ശേരിക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ബാദ്ഷാ നല്ലായിക്കൊപ്പം നിഖിൽ ദേവരാജ്, വൺ ന്യൂസ്. 60 ഡയമണ്ട് റിങ്ങുകൾ സമ്മാനമായി നൽകുന്ന കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആനിവേഴ്സറി ഓഫർ. ആനിവേഴ്സറി ആഘോഷങ്ങൾ പ്രമാണിച്ച് ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെ കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് ഓരോ ദിവസവും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ഡയമണ്ട് റിംഗ് സമ്മാനം. കൂടാതെ ഓരോ പർച്ചേസിനോടൊപ്പവും ഒരു സർപ്രൈസ് സമ്മാനവും. 5% തുടങ്ങുന്ന അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, 2.5% തുടങ്ങുന്ന പണിക്കൂലി, സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ, മെഗാ എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ തുടങ്ങിയ മറ്റു ഓഫറുകളും. വേഗമാകട്ടെ, ഈ ഓഫറുകൾ മെയ് 31 വരെ മാത്രം. കവിത ഗോൾഡൻ ഡയമണ്ട്സ്.